എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ആളുകളെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയം എന്താണ്? മാവേലി സ്റ്റോറിൽ അരിയും പല വ്യഞ്ജനങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ടോ? വിധവാ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത മുടങ്ങിക്കിടക്കുന്ന ഗഡുക്കൾ കൊടുക്കാൻ സർക്കാരിന് പറ്റുമോ എന്നുള്ളതാണ്. അതൊന്നും പറ്റുകയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അറിയാം, നമുക്കും അറിയാം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശിവഗിരിയിൽ പോയിട്ട് സനാതന ധർമ്മത്തെ കുറിച്ച് പ്രസംഗിച്ചത്. ഈ സനാതന ധർമ്മം എന്ന് വെച്ചാൽ അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയില്ല. പുള്ളിക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നീട് സനാതന ധർമ്മം. നല്ല തമാശയില്ല. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഈ സനാതന ധർമ്മത്തെ പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ വലിയ വിവാദവും. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വൈകുന്നേരം 8 മണിക്ക് ഈ 80 കോടി രൂപ KFC കൊണ്ടുപോയി അംബാനിയുടെ കടയിൽ നിക്ഷേപിച്ചതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള വിഷയങ്ങൾ നോൺ ഇഷ്യൂസ് ചർച്ച ചെയ്യും എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. അദ്ദേഹത്തിന് ഇവിടുത്തെ മാധ്യമങ്ങളെ അറിയാം, നേതാക്കന്മാരെ അറിയാം, സമുദായ പ്രമാണിമാരെ അറിയാം. അപ്പൊ അത് കണക്കാക്കിയിട്ട് പുള്ളി ഇട്ട ഒരു ഉണ്ടയില്ലാത്ത പേടിയാണ്. ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. എന്ത് സനാതന ധർമ്മം? സനാതന ധർമ്മത്തിൽ വിശ്വാസമുള്ളവർ വിശ്വസിക്കും. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യാഖ്യാനം കേട്ടിട്ട് ആരെങ്കിലും ഉപനിഷത്തുകളെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒക്കെ പുനർവായന നടത്തുന്ന നിങ്ങൾക്ക് തോന്നുന്നു? പുനർവായന നടത്തേണ്ടവർ നടത്തും, അതിനെ വിമർശിക്കേണ്ടവർ വിമർശിക്കും. ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ വിഷയമാക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ തിരിക്കുക, ജനങ്ങളെ പറ്റിക്കുക, അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിടുക എന്നത് മാത്രമുള്ളൂ ഇതിന്റെ ഉദ്ദേശം. ഇനി സനാതന ധർമ്മത്തെ കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശം, ഉദയനിധി സ്റ്റാലിൻ പറയുന്ന കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇതിന് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. ദ്രാവിഡ മുന്നേറ്റ കഴകം. അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രാഹ്മണ വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ അതിനെ എതിർക്കണം. താത്വികമായിട്ടും ദാർശനികമായിട്ടും സൈദ്ധാന്തികമായിട്ടും എതിർക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പഴയ ജസ്റ്റിസ് പാർട്ടിയായിരുന്നു, പിന്നീട് ദ്രാവിഡ കഴകമായി EV രാമസ്വാമി നായ്ക്കരുടെ, അതിനുശേഷം ദ്രാവിഡ മുന്നേറ്റ കഴകമായി. ഇപ്പോൾ അതിന്റെ തത്വങ്ങളൊക്കെ പോയി. വെറും അഴിമതിയും സ്വജനപക്ഷപാതവും മക്കളുടെ രാഷ്ട്രീയവും അതും. അതുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് VD സതീശനോ രമേശ് ചെന്നിത്തല അത് കയറി പിടിക്കാത്തത്? അന്ന് പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ള ചില ആളുകൾ സനാതന ധർമ്മത്തെ വിമർശിച്ചുകൊണ്ടും സ്റ്റാലിനെ പിന്തുണച്ചുകൊണ്ടും വന്നു. പക്ഷെ അതിന്റെ തൊട്ടടുത്ത റിസൾട്ട് എന്തായിരുന്നു? മധ്യപ്രദേശിലും വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് ഫലം മറ്റുമൊക്കെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയം ഉണ്ടായി. അന്ന് കമൽനാഥ് എന്തുകൊണ്ടാണ് അതിനോട് ചോദിക്കാഞ്ഞത്? പോട്ടെ, മമതാ ബാനർജി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മഹാനായ ഉദയനിധി സ്റ്റാലിനെ പിന്തുണക്കാഞ്ഞത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. പിന്തുണച്ച വിവരം അറിയും. കാരണം ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJPക്കാർക്ക് സത്യത്തിൽ അവര് കാത്തിരുന്ന ഒരു ആയുധം നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി സമ്മാനിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞ് ഇനി അവിടെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. വർഗീയ വിഭജനം ഉണ്ടാക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കേരളം ഇപ്പൊ തന്നെ പാകിസ്ഥാനാണെന്ന് പറയുന്നവരാണ് BJP. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരു ആയുധം പണിഞ്ഞ് കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. മുരളീധരന്റെ സന്തോഷം ഇത് കണ്ടില്ലേ? ആ മുരളീധരന്റെ സന്തോഷം എന്ന് പറഞ്ഞത് കേരളത്തിലെ BJPക്കാരുടെ സന്തോഷമല്ല, അത് വടക്കേ ഇന്ത്യയിലെ BJPക്കാരുടെ സന്തോഷം. അതിന് തന്നാരും വിളിച്ചില്ല. ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പൊ തന്നെയുള്ള സാമുദായിക ധ്രുവീകരണത്തെ കൂടുതൽ രൂക്ഷവും ഗുരുതരവുമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആദ്യം പിന്തുണച്ച ആരെന്നറിയാമോ? SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്. നിന്റെ പണി ഇതാണോടാ? SDPIക്ക് എന്താ കാര്യമുള്ളൂ സനാതന ധർമ്മത്തിൽ ചോദിച്ചാൽ? കാര്യം വളരെ വ്യക്തമാണ്. കാരണം സമുദായ വിദ്വേഷം ഉണ്ടാക്കണം, സമുദായ ധ്രുവീകരണം ഉണ്ടാക്കണം. അതിൽ നിന്ന് 10 വോട്ട് കിട്ടുമെങ്കിലും മേടിക്കണം. ഇത്ര ഉദ്ദേശവും. അത് നിന്റെ പാരമ്പര്യം. എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. പുള്ളി പണ്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ പോയത് എന്തുണ്ടാ? ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമാണോ? അല്ലല്ലോ. പ്രകടന പത്രികകൾ ഉണ്ടായിരുന്ന കാര്യമാണോ? അല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വിധി പൊക്കി പിടിച്ചിട്ടുണ്ട്? സുപ്രീം കോടതിയോടുള്ള ബഹുമാനം കൊണ്ട് നടന്നുകൊണ്ടോ? അല്ല. നിയമവാഴ്ചയോടുള്ള ബഹുമാനം കൊണ്ട് നടന്നുകൊണ്ടോ? ഒരിക്കലും അല്ല. ഭരണഘടനാ ധാർമ്മികതയെ പറ്റി ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ത് ധാർമ്മികത? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക
മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുക അതുപോലത്തില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഈ ശബരിമലയിലെ വിധി വന്നതിന് ശേഷമാണ് അല്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അങ്ങനെയുള്ള പാർട്ടിയെ സംബന്ധിച്ചുള്ള ഭരണഘടനാ ധാർമ്മികത, ആ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് വോട്ട് കിട്ടാനുള്ള വെറും തന്ത്രമാണ്. അതിനൊക്കെ വിപരീത ഫലമാണ് ഉണ്ടായത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഇങ്ങനെ പറഞ്ഞ് ഇവിടെ നായന്മാരെ ഇടവരെ തമ്മിൽ തെറ്റിക്കുക, സവർണരെ അവർണരെ തമ്മിൽ തെറ്റിക്കുക. പക്ഷെ സംഭവിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ശബരിമലക്ക് പോകുന്ന അധികം അവരുടെ സമുദായക്കാരായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഇതാണ് രാഷ്ട്രീയം. ഇതൊക്കെ വെറുതെ മനുഷ്യരെ ചിറ്റിക്കാനുള്ള പരിപാടിയാണ്. പുള്ളി മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം അന്വേഷിച്ചു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അംബാനിയുടെ കമ്പനിയിൽ കൊണ്ട് 61 കോടി രൂപ നിക്ഷേപിച്ചത്? അംബാനിയിലുള്ള വിശ്വാസം കൊണ്ടാണോ, അതോ തോമസ് ഐസക് പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ്? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. നടപടിക്രമം പാലിച്ചിട്ടാണെങ്കിൽ ഈ ബ്ലേഡ് കമ്പനിയിൽ വേണമെങ്കിൽ നിക്ഷേപിക്കാമല്ലോ. എന്ന് നിക്ഷേപിക്കാതെ? അതോ അംബാനിയോടുള്ള ബഹുമാനം കൊണ്ടാണോ? അതല്ലേ പറയേണ്ടത്. അല്ലാതെ ഈ സനാതന ധർമ്മമൊക്കെ ആളുകളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇതുപോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള ആ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാക്കുക. അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് ആരും നന്നാവാൻ പോകുന്നില്ല. ഇന്നലെ വരെ അമ്പലത്തിൽ ഷർട്ടിടാതെ കയറിയിരുന്ന ആളുകൾ നാളെ പിണറായി വിജയൻ പറഞ്ഞാലോ എന്തിന് ഷർട്ടിട്ട് കയറിക്കളാം എന്ന് വിചാരിക്കും. ഡിവൈഎഫ്ഐക്കാർ പോലും കയറില്ല, SFIക്കാർ പോലും കയറില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാട് ഇതൊന്നും ഏക്കൂല. ഞാൻ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്നു. അത് അച്ഛനും മകനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന അവസരമാണ് ഇന്നലെ. അത് AK ആന്റണിയും AK ആന്റണിയുടെ കുടുംബം BJPക്ക് സംഭാവന ചെയ്ത അനിൽ ആന്റണിയുമായിരുന്നു. എന്തോ ആളാക്കിയതാണല്ലേ. ഇതാണ് നമ്പർ 1. ഇന്നത്തെ ദിവസം പ്രത്യേകം പറഞ്ഞാണ് ഇന്നലത്തെ പറഞ്ഞത്. ഇടയിൽ ഇടപെടരുത്. അത് വേണ്ട. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അത് വേണ്ട. ഇടയ്ക്കങ്ങനെ തോന്നും ഇങ്ങനെ ഇടപെടാൻ. തോന്നരുത്. വെയിറ്റ് 2 എന്നെ തൊടമാട്ടെ. ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളത് അറിയാമോ? ഇടയ്ക്ക് റഹീമും ഞാൻ നേരത്തെ സംസാരിച്ചു ചോദിച്ചു. ഞാനൊരക്ഷരം വേണ്ടിയോ? ഞാനൊരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് നടക്കണം. കേട്ടോ, ഇത് അടുത്ത് പറയാൻ പോകുന്നത് ആരെക്കാൾ സിദ്ദീഖിനെ അസ്വസ്ഥപ്പെടുത്താൻ പോകുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാ. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ ഞങ്ങളെല്ലാവരും വല്ലാതെ മോശപ്പെടുത്താൻ ശ്രമിച്ചു. ഇതല്ലേ അദ്ദേഹത്തിന് പറഞ്ഞ ചുരുക്കം. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ. അത് സോളാറിൽ തുടങ്ങി. സോളാറിൽ CBI ആ കേസെടുത്ത് ദൂരെ എറിഞ്ഞുള്ള കാര്യം ആദ്യം പറയേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ്. അദ്ദേഹമാണ് ഇത് അറസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അത് അവിടെ പറഞ്ഞു തുടങ്ങണം. നമ്പർ 1. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഞാൻ ഈ പ്രേക്ഷക ലക്ഷങ്ങളോട് പറയുന്നു, ഉമ്മൻചാണ്ടി ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷ നേതാക്കൾക്ക് സ്തുതി പാടുകയും ഞങ്ങൾ UDF നേതാക്കൾക്ക് സ്തുതി പാടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പ്രതീക്ഷിക്കാൻ പറ്റും? ആ നടുക്കടലിൽ ചെന്നാലും നക്കിയ കുടിക്കുള്ള അമ്മജി. KPCCയുടെ പുനഃസംഘടന വരുന്നു. ഉമ്മൻചാണ്ടിയുടെ അധികാരം മുഴുവൻ വിട്ടൊഴിയുന്നു. ഉമ്മൻചാണ്ടി ആരോഗ്യമായി ദുർബലനായി തുടങ്ങുന്നു. ഞാൻ വൈകാരികമായി പറയുകയാണ്. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ദുർബലനായി തുടങ്ങിയ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി കൈ പിടിച്ചു വളർത്തിക്കൊണ്ടുവന്നവർ ഒരു ദിവസം രാത്രി കൊണ്ട് അപ്പുറത്തെ ഗ്രൂപ്പിന്റെ ഫലപ്പെടുത്തി KPCCയുടെ വൈസ് പ്രസിഡന്റായി മാറിയെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ എതിരാളികളായ ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ എതിർത്തിരുന്നു. അത് പരസ്യമായിട്ടാണ്, തുറന്നു നിർത്തതാണ്. പക്ഷെ ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടുവന്ന എത്ര പേരാണ് ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞത്? ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആദരണീയനായിരുന്ന ജീവിച്ചിരുന്ന കേക്കരുടാകരൻ പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കണോ? ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളാണ്, ഞങ്ങൾ എതിർക്കും. നീ ഒന്നും പണയണ്ട. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.